സർവശക്തനാണല്ലോ എന്റെ ദൈവം. ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എന്റെ ദൈവം. ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്നാനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്നാനന്ദം. എന്നെ സൗഖ്യമാക്കും ശമ്മായ യഹോവ എന്നും അവനുണ്ട്. യഹോവ എന്നെ സൗഖ്യമാക്കും ശമ്മായ യഹോവ എന്നും അവനുണ്ട്. ഈ ദൈവം എന്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. ഈ ദൈവം എന്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. യേശു മരുഭൂമിയിൽ 40 ദിനരാത്രങ്ങൾ ഉപവാസമെടുത്തു. 40 ദിവസം പിന്നിട്ടപ്പോൾ യേശുവിന് വിശന്നു. ഉടനെ പ്രലോഭകൻ അവിടേക്ക് വന്നു. ആരാണ് ഈ പ്രലോഭകൻ? പിശാച്. വന്നിട്ട് യേശുവിനോട് പറഞ്ഞു, നീ ദൈവപുത്രനല്ലേ, ഈ കല്ലിനോടൊക്കെ അപ്പമാകാൻ പറ, എന്നിട്ട് അപ്പമാക്കി ഭക്ഷിക്കാൻ പറഞ്ഞു. യേശു പറഞ്ഞു, ഞാൻ മറുപടി പിശാചിനോട് പറഞ്ഞത് എന്താണെന്നറിയോ? എന്താ വചനം പറഞ്ഞത്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം കൊണ്ടുമാണ് ജീവിക്കുന്നത്. ഈ വചനം നിയമാവർത്തനം 8:3. നിയമാവർത്തനം 8:3 പറയുകയാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല കർത്താവിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നത്. നോക്കുക, കർത്താവിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ വാക്കൊന്ന് നോക്കി എഴുതിയിരിക്കുന്നത്, കർത്താവിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നത്. കർത്താവിന്റെ വചനം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവത്തിന്റെ വചനം വായിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം, വചനം ധ്യാനിക്കണം. അത് നമുക്ക് ഒത്തിരി അനുഗ്രഹമാണ്. വചനം കേൾക്കുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. വെളിപാട് 1:3. ഈ പ്രവചന ഗ്രന്ഥത്തിലെ വചനങ്ങൾ വായിക്കുന്നവർ, കേൾക്കുന്നവർ, അനുസരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. വചനം വായിക്കുന്നവർ, കേൾക്കുന്നവർ, അനുസരിക്കുന്നവർ അനുഗ്രഹീതം. ദൈവത്തിന്റെ വചനം കേട്ടാൽ അനുഗ്രഹമാണ്, വായിച്ചാൽ അനുഗ്രഹമാണ്, അനുസരിച്ചാൽ കൂടുതൽ കൂടുതൽ അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തോടുള്ള വലിയ ഒരു ദാഹം നമുക്കുണ്ടാവണം. ദൈവത്തിന്റെ വചനം സൃഷ്ടി നടത്തും. ദൈവത്തിന്റെ വചനം പ്രവൃത്തി ചെയ്യും. ദൈവം എന്തുദ്ദേശിക്കുന്നോ ആ വചനത്തിലൂടെ ആ പ്രവൃത്തി നടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിപാടിന്റെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വചനം, അവൻ രക്തത്തിൽ മുക്കിയ ഒരു മേലങ്കി ധരിച്ചിരിക്കുന്നു, അവന്റെ നാമം ദൈവവചനം എന്നാണ്. അവൻ രക്തത്തിൽ മുക്കിയ ഒരു മേലങ്കി ധരിച്ചിരിക്കുന്നു, അവന്റെ നാമം ദൈവവചനം എന്നാണ്. ഹല്ലേലൂയ. അവന്റെ നാമം ദൈവത്തിന്റെ വചനം എന്നാണ്. രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചവൻ ആരാണ്? യേശുക്രിസ്തു. വചനമായ ദൈവം തന്നെയായ യേശുക്രിസ്തുവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി. സങ്കീർത്തനം 119:89. കർത്താവേ, അങ്ങയുടെ വചനം സ്വർഗത്തിൽ എന്നേക്കും സുസ്ഥാപിതമാണ്. കർത്താവേ, അങ്ങയുടെ വചനം സ്വർഗത്തിൽ എന്നേക്കും സുസ്ഥാപിതമാണ്. വചനമാരാ? യേശുവാണ്.
പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന വചനം തന്നെയായ യേശു. കർത്താവിൻ്റെ വചനമായ ദൈവം എന്നും സ്വർഗത്തിൽ തന്നെയുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ജെറമ്യായുടെ പുസ്തകം 15-ാം അധ്യായം. (15-ന്റെ 16) അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു. അവ എനിക്ക് ആനന്ദാമൃതമായി. എൻ്റെ ഹൃദയത്തിന് സന്തോഷവും. എന്തെന്നാൽ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, ഞാൻ അങ്ങയുടെ നാമമാണല്ലോ വഹിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു. അവ എനിക്ക് ആനന്ദാമൃതമായി. ദൈവത്തിൻ്റെ വചനം ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ കൂടുതൽ പഠിക്കുക, സ്വീകരിക്കുക, മനസ്സിലാക്കുക ഉള്ളതാണ് ഭക്ഷിക്കുക. ദൈവത്തിൻ്റെ വചനം നമ്മൾ ഭക്ഷിക്കുക. എസെക്കിയേൽ 3. അവൻ എന്നോട് പറഞ്ഞു, മനുഷ്യപുത്ര, നീ കാണുന്ന ഈ ചുരുൾ ഭക്ഷിക്കുക. എന്നിട്ട് പോയി ഇസ്രായേൽ ഭവനത്തോട് സംസാരിക്കുക. ഞാൻ വാ തുറന്നു, അവൻ ആ ചുരുൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. അവൻ പറഞ്ഞു, മനുഷ്യപുത്ര, ഞാൻ തരുന്ന ഈ ചുരുൾ ഭക്ഷിച്ച് വയറ് നിറയ്ക്കുക. ഞാൻ അത് ഭക്ഷിച്ചു. എൻ്റെ വായിൽ അത് തേൻ പോലെ മധുരിച്ചു. ഈ ചുരുൾ ഭക്ഷിക്കുക, ദൈവത്തിന്റെ വചനമാ. ഭക്ഷിക്കുക, അത് എൻ്റെ വായിൽ തേൻ പോലെ മധുരിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പ്രവാചകന്റെ വായിൽ തേൻ പോലെ മധുരിച്ചു. സങ്കീർത്തനം 119 ഇങ്ങനെ പറയുന്നു. 103-ാമത്തെ വചനം, അങ്ങയുടെ വാക്കുകൾ എനിക്ക് എത്ര മധുരമാണ്, അവ എൻ്റെ നാവിന് തേനിനേക്കാൾ മധുരമാണ്. 101, അങ്ങയുടെ വചനം പാലിക്കാൻ വേണ്ടി ഞാൻ സകല ദുർമാർഗങ്ങളിൽ നിന്ന് എൻ്റെ പാദങ്ങൾ പിൻവലിക്കുന്നു. ഹല്ലേലൂയ. അവൾ കർത്താവിൻ്റെ വചനം എനിക്ക് തേനിനേക്കാൾ മധുരമുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം വായിക്കുക, അത് പാലിക്കുക, വചനം കേൾക്കുക, അനുസരിക്കുക. ഹല്ലേലൂയ. അവിടെ ദൈവത്തിന്റെ ജനം സുവിശേഷം വായിക്കണം, വചനം വായിക്കണം. 2019 സമ്പൂർണ്ണ ബൈബിൾ വായിക്കണം. വായിച്ചേ പറ്റൂ. നിങ്ങൾ ഒരു മടി വിചാരിക്കരുത്. പുതിയ നിയമം വായിക്കണം.